ഈ തെറ്റുകൾ എൻ്റേതും കൂടിയായിരുന്നു സമ്മതിക്കുന്നത് വലിയ മനസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു എന്താണ് വളരെ സീരിയസ് ആയിട്ട് പോയി തോന്നുന്നു. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ യൂട്യൂബിൽ കൂടെ റവന്യൂ കിട്ടിയാണ് നമ്മളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം യൂട്യൂബ് അനുദിനം അതിന്റെ പോളിസീസ് മാറ്റുന്നു, അല്ലെങ്കിൽ FB അതിന്റെ റവന്യൂ കുറയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ ഒരു ഭാവി എന്തായിരിക്കും? യൂട്യൂബ് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ മുന്നോട്ട് അങ്ങോട്ടായി? ഇപ്പം കാർത്തിക് സിനിമയിൽ കയറി, ഓഫ് കോഴ്സ് നമ്മൾ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോട്ടെ എന്ന് വെക്കാം. ഇനി അതാവുന്നില്ല, കാർത്തിക്കിന് ഇപ്പോൾ ശോഭിക്കാൻ പറ്റുന്നത് കൂടുതൽ യൂട്യൂബിൽ തന്നെയാണ്, ചാനലിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടൊരു ഭാവി എന്തായിരിക്കും യൂട്യൂബ്, അല്ലെങ്കിൽ ഒരുപാട് മൊത്തം ഓവറോൾ യൂട്യൂബേഴ്സ് ഉണ്ട്? ആസ് യു സൈഡ്, ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ യൂട്യൂബിനെ കണ്ടതെല്ലാം നമ്മൾ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കിൽ പണ്ടത്തെ അത്ര റവന്യൂ ഇല്ല, അത് നമ്മൾ ഒക്കെ പറയേണ്ട കാര്യമെന്നാണ്. നേരത്തെ ഒരു 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 രൂപ പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. യൂട്യൂബിലും അങ്ങനത്തെ ഒരു സ്ഥിതിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോം പോലെ യൂട്യൂബ് മാറിയേക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പോഴും ഈ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂട്യൂബിൽ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും തന്നെയാണ്, വളർച്ച ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയാലും വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒറിജിനൽ കണ്ടന്റ്സ് ചെയ്യുന്നവർക്ക് വീണ്ടും സർവൈവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. വത്സല ക്ലബ്ബ്, ഞാൻ വത്സല ക്ലബിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ പബ്ലിഷ് ആകുമ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് രസകരമായിട്ട് തോന്നിയത്, നിങ്ങൾ എല്ലാവരും, അതായത് ഇപ്പം അഖിൽ കവലിയൂരും കാർത്തിക്കും കൂടി ക്രൂവിനെ പുച്ഛിച്ചിട്ടൊരു സാധനം ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അഖിലിന്റെ ആയിരുന്നോ കാർത്തിക്കിന്റെ ആയിരുന്നോ? അത് ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് നമുക്കൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലാണ് ഒരു കാര്യം പറയും, അപ്പം ഞാൻ അതിന്റെ കൗണ്ടർ പറയും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു സംഭവം സെറ്റ് ചെയ്തതാണ്. അത് ഷൂട്ടിനിടയ്ക്ക് ചെയ്ത് ഷൂട്ടിനിടയ്ക്ക് ഷൂട്ട് പ്രോപ്പർ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ചെയ്തത്. അതെ. ഓക്കെ. എന്താണ് വത്സല ക്ലബ്ബ് എന്ന് പറയുന്നത്? കഥ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ നടക്കുന്നതാണോ, അതൊരു 2090-കളിൽ നടക്കുന്നതാണോ? എന്താണ് അതിന്റെ ഒരു കഥാ പശ്ചാത്തലം? അത് അതിന്റെ എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ ഒരു സാങ്കല്പിക ഗ്രാമമാണത്. ആ ഗ്രാമത്തിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. കല്യാണം മുടക്കുന്നത് അവിടെ ഒരു ചടങ്ങോ അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് ആണ്. ഈ മത്സരത്തിന് അവിടെ അവരൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്ന ആളിന് ഫാന്റസി ടൈപ്പ്. അത് തന്നെ ഒരു ഫാന്റസി ഗ്രാമമാണത്. അത് നമ്മുടെ അങ്ങനത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കല്യാണം മുടക്കുന്നത് ഒരു വിനോദമായിട്ട് നടക്കുന്ന ഒരു ടീം. പക്ഷേ എന്നാൽ ഒരു കല്യാണം നടത്തി കാണിക്കണമെന്ന് നിൽക്കുന്ന വത്സല ക്ലബിൻ്റെ അംഗങ്ങൾ ഒരു ടീം. അങ്ങനെയാണ് ഒരു ഗ്രാമം മുഴുവൻ ഈ വത്സല ക്ലബിനെതിരാണ്. ഒരു ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്ന ചടങ്ങാണ് അവിടെ ഈ ഒരു കല്യാണം മുടക്കൽ. അപ്പോൾ അങ്ങനെ ഉള്ള എസ്പെഷ്യലി അതിന് കുറച്ചുകൂടെ പ്രത്യേകത എടുത്തു പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചൊവ്വ വേണു. അപ്പോൾ ചൊവ്വാദോഷമുണ്ട്, കല്യാണം നോർമലി നടക്കാൻ സാധ്യതയില്ല. എൻ്റെ അച്ഛനാണ് ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയതിന് ദണ്ടൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം മകൻ്റെ അടക്കം മുടക്കാനായിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റൈവൽറി പരിപാടിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാങ്കല്പിക സ്റ്റോറി എന്ന് നമുക്ക് പറയാം. ഇങ്ങനത്തെ ഒരു ഫാന്റസി എലമെന്റ്, ഫാന്റസി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയാൻ, പക്ഷെ ഇങ്ങനെ ഒരു അങ്ങങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നു, ആ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ബാലർമക്കഥ പോലുള്ള വളരെ നേരത്തെ ഒരു കഥാലൈനാണ്. ഇങ്ങനെ ഒരു കഥാലൈൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നടക്കുന്നതാണോ, ഇത് വർക്ക്ഔട്ട് ആവും, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു? ശരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പം എനിക്ക് കഥ കേട്ടപ്പോഴും എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തോന്നിയില്ല. കാരണം പ്രത്യേകിച്ച് ഇത് മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പം കുഞ്ഞിരാമായണം എടുത്തു കഴിഞ്ഞാൽ സൽസമുക്ക് അങ്ങനത്തെ ഒരു സംഭവം വരുന്നത് വെച്ചാൽ, അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്കതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു ഡൗട്ടൊന്നും ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല, ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ചില ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ആയിരുന്നില്ല വേണ്ടതെന്ന് തോന്നുന്ന ഒരു ടൈം ചിലപ്പോൾ നമുക്ക് വരും. അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. അങ്ങനത്തെ സമയങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ വേറെ മറ്റെന്തൊക്കെ എൻ്റെ ആ ഒരു തീരുമാനം കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വേറെ രീതിയിൽ സംഭവിച്ചേനെ. അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റൂ. പക്ഷേ അത് മാറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അത് നമ്മളുടെ ഒരു ശുഭപ്രതീക്ഷ മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഞാൻ തെലുങ്കിൽ പോയി ഒരു പടം ചെയ്തത്, ഞാൻ കുറച്ച് മുമ്പേ മെൻഷൻ ചെയ്ത പോലെ അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ തെലുങ്കിൽ പോയി പടം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അന്നേരം എന്താണെന്ന് നമുക്ക് സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് അറിയില്ല. അത് ചില ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെയാണ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്തിരിക്കുന്നത്, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ലൈഫിൽ നമ്മുടെ മുമ്പിൽ വരുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് എനിക്ക് അതോടെയാണ് അത് മനസ്സിലായത്. അങ്ങനത്തെ കാരണം ഞാൻ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അത് കുറേ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരു ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിലും വലുതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കാം എന്ന് നമ്മുടെ തോട്ട് മാത്രമാണ്. അല്ലാണ്ട് സംഭവിക്കാം, അതിനേക്കാൾ വേഴ്സ്റ്റും ആവാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങളെ നമ്മളത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനേക്കാൾ അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഈ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞു കഴിയുമ്പം അതൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യണം. സ്പിരിച്വൽ ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിലോട്ടൊക്കെ താല്പര്യം തോന്നിയിരുന്നു. എൻ്റെ ചില ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ വല്യച്ഛൻ സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ഇച്ചിരി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ള ആത്മീയതയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനായാലും അദ്ദേഹത്തിനോട് നമ്മൾ മുമ്പേ ചില ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, നമ്മുടെ ചില തോട്ട്സ്. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. സ്പിരിച്വാലിറ്റി എന്താണ്, അപ്പോൾ അതിലേക്ക് എന്തിനാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ളിൽ കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഭയങ്കരമായി റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഭയങ്കരമായി നമ്മുടെ ആഗ്രഹം പോകുമ്പോൾ അതിന് വേണ്ട ആളുകളെ നമുക്ക് മുമ്പിൽ കൊണ്ടുതരുന്ന പോലെ അതിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തൊക്കെയോ നമുക്ക് നേടാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അടുത്ത ദിവസവും ഒക്കെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നത്. നമ്മൾ ആ തോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വിചാരിച്ചതെല്ലാം നമ്മൾ നേടിയെന്നിരിക്കട്ടെ, എക്സൈറ്റ്മെന്റ് ഇല്ല. പിന്നെ അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു അടുത്ത നാളെ എന്താണെന്ന് അറിയാത്തത് കൊണ്ടും നാളെ എന്തൊക്കെയോ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള തോന്നലുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇതാണ്, ഈ സ്പിരിച്വൽ ഗുരു അല്ല അദ്ദേഹവും എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരുവാണ്. അദ്ദേഹം എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു ഗുരു തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യം, ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കുന്ന ഹൈറ്റിൽ എത്തിയെന്ന് വെക്കുക, നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈറ്റിൽ എത്തി എന്ന് വിചാരിക്കുക. ഇത് കഴിഞ്ഞെന്താണ്? ഇപ്പോൾ എനിക്ക് കുറേ പണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കുറേ പണം സമ്പാദിച്ചു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇത്ര കോടി രൂപയാണ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്ര കിട്ടി. ഇതിന് ശേഷം എന്താണ്? ഈ ശേഷം എന്താണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കുറേ ഗുരുക്കന്മാരെ പരിചയപ്പെടാനും അവരുടെ സ്പിരിച്വൽ തോട്ട്സിൽ അല്ലെങ്കിൽ എനിക്കുള്ള ഉത്തരങ്ങൾ കിട്ടി. അങ്ങനെയാണ് ഞാനിങ്ങനെ ആ സ്പിരിച്വൽ ഗുരു എന്ന് മെൻഷൻ ചെയ്യാൻ കാര്യം അതാണ്. അത് ആരാണെന്ന് പറയാൻ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ.